മാളവിക ബിന്നി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മാളവിക ബിന്നി, നോക്കൂ, ഈ വിഷയത്തിൽ എതിരഭിപ്രായങ്ങൾ നമ്മൾ ഈ പാനലിൽ തന്നെ നോക്കിയാൽ ആർക്കും ഇതൊരു ആചാര ലംഘനം അല്ല എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. നടപടി എത്രയും വേഗം ഉണ്ടായാൽ അത്രയും നല്ലത് എന്ന സമീപനമാണുള്ളത്. ഇന്ന് നമുക്ക് വന്ന മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ADGP നവീൻ കുമാറുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം വന്നിട്ടും അത് ശരിയായ ദിശയിലല്ല ആ അന്വേഷണം എന്ന കുടുംബത്തിന് പറയേണ്ടി വരുന്നു. അവർക്ക് CBI അന്വേഷണം ആവശ്യപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എങ്ങനെയൊക്കെ നമ്മൾ അത് ചർച്ച ചെയ്തതാണെന്ന്. പക്ഷേ നോക്കൂ, ശബരിമലയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്ന് വിവാദമായ അതിനു മുമ്പ് തന്നെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജുവിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അധികൃതർ ഇടപെടുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ആചാരങ്ങൾ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ തുടരണം എന്ന് എല്ലാവർക്കും വാശിയുണ്ട്, നിലപാടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു ആചാര ലംഘനം എന്ന് പറഞ്ഞതിന് ഈ ഒരു ഇഷ്യൂവിനെ ഊതിപ്പെരുപ്പിക്കുന്നതിനോട് കാരണം ഇതൊരു വിൽഫുൾ ആയിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവർ ചെയ്തതോ അല്ലെങ്കിൽ ശ്രീ അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നതേ ഇല്ല. അവരുടെ കയ്യിൽ നിന്ന് വന്ന എന്തോ ഒരു ഔചിത്യക്കുറവ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതിനെ മിസ്റ്റേക്ക് എന്ന് തന്നെ നമ്മൾ വിളിച്ച് പറ്റുള്ളൂ. കാരണം ഇത്രയും ശബരിമല പോലെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കോടി 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 മനുഷ്യര് വളരെ പവിത്രമായിട്ട് കരുതുന്ന സ്ഥലത്ത് കുറെ കൂടെ സീരിയസ് ആയിട്ട് കുറെ കൂടെ കോഷ്യസ് ആയിട്ടും പോലീസ് എന്തായാലും അവിടെ പെരുമാറണമായിരുന്നു എന്ന് തന്നെ ആണ് ഞാൻ പറയുന്നത്. പക്ഷെ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഈ ഒരു ചെറിയ വിഷയത്തിൽ അത് മേ ബി എന്താണ് ഒരു ഖേദം പ്രകടിപ്പിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു വിഷയത്തെ ഊതിപ്പിരിപ്പിച്ച ഒരു വലിയ വിഷയമാക്കുന്നതിന്റെ പുറകിലുള്ള ദുഷ്ടലാക്കിനെയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെനിക്കൊന്ന് നവംബർ 18-നോ 19-നോ ആണെന്ന് തോന്നുന്നു. തത്തപ്പള്ളി എന്ന് പറഞ്ഞ പറവൂർ അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിക്ക് ജാതി ആക്ഷേപവും ജാതി ഡിസ്ക്രിമിനേഷനും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവിടുത്തെ പൂജാരിക്കാണിതെന്ന് പറഞ്ഞു. അതിനെതിരെ ഒരു പ്രതികരണവും നമ്മൾ വന്ന് കാണുന്നില്ല. നാഷണൽ ലെവലിലോ VHPയുടെയോ ഒരു പ്രതികരണവും നമ്മൾ കാണുന്നില്ല. അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വലിയ ഇഷ്യൂ ആണ്. കാരണം ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണരായിട്ടുള്ള പൂജാരിമാര് വരുന്ന ഒരു റെവല്യൂഷണറി കാര്യം ഇവിടെ നടന്ന സമയത്ത് അതിനെതിരെ അവിടെ ഭക്തർ ആയിട്ട് വന്ന മനുഷ്യർ തന്നെ പ്രതികരിക്കുമ്പോഴും ജാതി ആക്ഷേപത്തിൽ എൻഗേജ് ചെയ്യുമ്പോഴും അതിനെതിരെ വോയിസസ് ഇവിടെ വരുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു ചെറിയ കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അതിനെതിരെ ഇത്ര വലിയ ഡിക്ലറേഷൻസ് വരുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ഇരിക്കണം. നമ്മുടെ ന്യൂസ് സൈക്കിൾസിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും എന്നുള്ളതിനും ഉള്ളൊരു സൂചന അവിടെ കിടക്കുന്നു. പക്ഷെ നമ്മൾ ആചാരങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ആചാരവും ഇങ്ങനെ സനാതനമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമ്മൾ ചരിത്രപരമായിട്ട് കാണുന്നില്ല. പൗരാണികമായിട്ട് തന്നെ നമ്മൾ മൈത്തോളജിക്കലി തന്നെ നോക്കുകയാണെങ്കിൽ ആചാരങ്ങൾ മാറി മാറി വരുന്നതും ഒരാചാരം മറ്റൊരാചാരത്തിനെ റീപ്ലേസ് ചെയ്യുന്നതുമായിട്ടുള്ള എവിഡൻസ് ആണ് നമ്മൾ കിട്ടുന്നത്. നമുക്ക് വളരെ നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്ന് കണ്ണപ്പർ നായനാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള കഥയുണ്ടല്ലോ. അദ്ദേഹം ഒരു ഹണ്ടർ ആയിരുന്നു, ഈ വേട്ടയൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ ശിവന്റെ ലിംഗത്തിന്റെ കണ്ണുകളിലൂടെ ചോര ഒഴുകുന്നതായിട്ട് അദ്ദേഹം കാണുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു കൈ കൊണ്ട് ആ കണ്ണിനെ പൊത്തിപ്പിടിക്കും. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന്റെ തന്നെ കണ്ണപ്പ നായനാരുടെ കണ്ണ് ചൂടിനെടുത്ത് ഈ വിഗ്രഹത്തിൽ വെച്ചു കൊടുക്കണം. അപ്പൊ മറ്റേ കണ്ണിൽ നിന്നും രക്തം വരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് കൊണ്ടാണ് ഈ ശിവലിംഗത്തിൽ വെച്ച് ആ കണ്ണിൽ നിന്ന് ബ്ലഡ് വരാതെ ഇരിക്കാൻ നോക്കുന്നത്. അപ്പൊ കാലുകൊണ്ട് ചവിട്ടി എന്ന് നമുക്ക് ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഈ നേരത്തെ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഭാരതീയ സംസ്കാരത്തില് വലിയ പ്രശ്നമായിട്ട് തോന്നാം. പക്ഷെ ആ കഥയിൽ അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ നയനാറായിട്ട് ശ്രീകാലഹസ്തേശ്വര ടെമ്പിളില് ആരാധിക്കുന്ന മൂർത്തിയാണ്. കാരണം എന്താ? ആ മനോഭാവമാണ്. അല്ലാതെ ആചാരത്തിനെ ഒരിക്കലും ഓർത്തോപ്രാക്സിയാണ് നമ്മൾ ഹിന്ദുയിസത്തിൽ കാണുന്നത്. ആചാരത്തിനല്ല, മനോഭാവത്തിനാണ് അവിടെ എപ്പോഴും. നമ്മൾ നമ്മുടെ പുരാണിക് മൈത്തോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സിലുള്ള ഭക്തിയും ശുദ്ധതയൊക്കെയാണ്. അല്ലാതെ പുറമേ ഉള്ള ശുദ്ധതയും പുറമേ കാണിക്കുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആചാരങ്ങളിലുമല്ല ഡിവിനിറ്റി. അതായത് നമ്മളൊരു നമ്മുടെ ദൈവസങ്കല്പങ്ങളെ തന്നെ നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളെ നമ്മൾ കാണുന്നത്
ശൂദ്രമായിട്ടുള്ള സെയിൻസിനെ നമ്മൾ കാണുന്നത്. ഇതെല്ലാം മറന്നുപോയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ആചാര നിബദ്ധതയിലേക്ക് തന്നെ നമ്മൾ കൂപ്പ് കുത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഹിന്ദുയിസത്തിനെ തന്നെയാണ് കളിയാക്കുന്നത്, ഹിന്ദുയിസത്തിനെ തന്നെയാണ് തരംതാണ് കാണുന്നത്. കാരണം ഹിന്ദുയിസത്തിൽ തന്നെയുള്ള പല പ്രീസെപ്റ്റ്സിനെയും നിരാകരിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ആചാരങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനമില്ലാതെ നിലനിൽക്കണം എന്ന് പറയുന്നതും ആചാര ലംഘനങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് അതിനെ പൊളിറ്റിക്കൽ യൂസസിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്നതും കാണുന്നത്. ഇതൊരു വളരെ ചെറിയ കാര്യമായിട്ട് കാണുകയും അതൊരു ഖേദപ്രകടനത്തിലൂടെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ വലിയ വലിയ ഘോഷണങ്ങളും മനഃപൂർവ്വമാണ്, പ്രീഡിറ്റർമിൻഡ് ആണ് എന്നുള്ള രീതിയിൽ മുൻകൂറായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യമാണെന്നുള്ള രീതിയിൽ പറയുന്നത് പരിഹാസപൂർണമാണ്. ശരി. കാരണം അത് നമ്മുടെ പോലീസ് ഇത്രയും നാളും എത്രയോ മനോഹരമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ നിഗേറ്റ് ചെയ്ത് കളയുന്നത് പോലെയാണ്. അതുപോലെ നമ്മൾ അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് സെർവൻസ് ആണ്. അവർ തിരിച്ച് സ്വാമി ശരണം എന്ന് പറയണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അത് അവരുടെ കേർട്സിയിൽ നിന്നും അവരുടെ ട്രെയിനിങ്ങിൽ നിന്നും നമുക്കിതൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ നിന്നേ വരാൻ പറ്റുള്ളൂ. വ്യക്തമാണ്, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ഞാൻ